ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോച്ചാട്ടിങ് 5 പൈസ ക്രിട്ടിക്കൽ ടെക് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഹോട്ടലിൽ വെച്ചായതുകൊണ്ട് വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. നാളെ മുതൽ പുതിയ നമ്മുടെ ഫ്ലാറ്റിലേക്ക് മാറുമ്പം എനിക്ക് അവിടെ നെറ്റിന്റെ ബാക്കി കണക്ഷനൊക്കെ എല്ലാം ക്ലിയർ ആയതുകൊണ്ട് വീഡിയോ കുറച്ചുകൂടെ ക്ലാരിറ്റിയാണ്. പിന്നെ അതിനുള്ള തക്കതായിട്ടുള്ള വാദ്യ ഉപകരണങ്ങളോട് കൂടിയായിരിക്കും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ദയവായി ശ്രമിച്ചേക്കുക. നമ്മുടെ മാർക്കറ്റ് ട്രംപിന്റെ ആ ഒരു ട്രംപിന്റെ ആ ഒരു പോസിറ്റീവ്നെസ്സിന് ശേഷം മാർക്കറ്റ് 24,800 പോയ ഗിഫ്റ്റ് നിഫ്റ്റി ഇടാൻ പറഞ്ഞു, ഞങ്ങൾ പി സ്റ്റോക്കിലൊന്നും ഇല്ല എന്ന് ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റി? നാളേക്ക് മാർക്കറ്റ് ഇറങ്ങി, കയറിയതെല്ലാം അത് ഷൂ പോലെ തിരിച്ചിറങ്ങി മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു സംഭവിച്ചത്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ആ ഒരു കയറ്റവും ഇറക്കവും ഉണ്ടായെങ്കിൽ കൂടെ നമ്മുടെ മാർക്കറ്റിലെ കയറ്റമൊന്നുമില്ലായിരുന്നു. പൊതുവേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് അല്ല, ഒരു നോർമൽ വേരിയേഷൻ അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നത്തെ പി ഒ സി വന്നേക്കുന്നത് 24,420 ഭാഗത്തേക്കാണ് പി ഒ സി. ഞാൻ ആ പി ഒ സി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസം, അതായത് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ കഴിഞ്ഞ 3 ദിവസം പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഡേ ആയതുകൊണ്ട് ആ ബാലൻസ് ഡേയുടെ പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 24,227 എന്ന് പറഞ്ഞാൽ ആ പി ഒ സിക്ക് താഴെയായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചൊരു സെല്ലിങ്ങിന് ഞാൻ ഇനി കാണുന്നത്. സോ 24,227 പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി 24,175 അതിന് താഴെ 24,120 അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പി ഒ സി അല്ല, ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ആയ 24,050 ഭാഗത്തേക്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി അപ്സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ മാസത്തെ 6ാം തീയതി പ്രൊഫൈലിന്റെ ഭാഗത്തേക്കാണ് നിഫ്റ്റി ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു വന്നത്. കാരണം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഈ 24,600 ഭാഗത്തേക്ക് 24,490 ഭാഗത്ത് നിന്ന് മാർക്കറ്റ് ഇവിടെ ഒരു തട്ടി താഴേക്ക് ഇറങ്ങി കൃത്യമായിട്ട്. അപ്പോൾ ഈ ഒരു സെല്ലർ ഇപ്പോഴും എന്നെ സംബന്ധിച്ച് പറയുന്നത് ആക്റ്റീവായിട്ട് ഈ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ഈ സെല്ലറെ കടന്ന് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നിഫ്റ്റി കയറാനും ഈ പി ഒ സിയുടെ ഭാഗത്തേക്കും ഈ വാല്യൂയുടെ ഹൈയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 24,490 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ആ ബൈ എങ്ങോട്ട് പോകും? 24,547 എന്ന് പറഞ്ഞ ഈ വാല്യൂ ഏരിയ ലോ, അതിന് താഴെ 24,614 എന്ന് പറഞ്ഞ ഈ പി ഒ സി, അതിന് മുകളിൽ 24,665 എന്ന് പറഞ്ഞ ഈ വാല്യൂ ഏരിയ ഹൈയും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റി സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 490 ഇന്നത്തെ ഹൈക്ക് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ച് എന്താണ് ഒരു അപ്പർ മൊമെന്റം വന്ന് ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് ട്രേഡ്സ് പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ സെല്ലർ ഇപ്പോഴും സ്ട്രോങ് ആണ്, മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരുന്ന ചാൻസ് കൂടുതലാണ്. താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ അവ എന്ത് ചെയ്യണമെന്ന് ആദ്യം അവ എങ്ങോട്ട് വരണം? നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താഴേക്ക് അടിച്ച് 24,175 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ പൊട്ടാൻ ശ്രമിക്കണം. ഈ ഒരു വാല്യൂ ഏരിയ നിങ്ങൾ നോക്കി അറിയാം, ഈ 24,175 പൊട്ടുകയാണെങ്കിൽ അവ താഴേക്ക് അടിച്ച് 24,000 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതൊരു ട്രേഡ് പ്ലാനായിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ബുള്ളിഷ് റെഫറൻസ് 490 മുകളിൽ 547, 614, 665, 227 താഴെ സെല്ലിംഗ് എടുക്കാം. 175, 120 ഭാഗത്തേക്ക് നിഫ്റ്റി ചാൻസ് വളരെ കൂടുതലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ളത് ബാങ്ക് നോക്കുകയാണെങ്കിൽ അതേപോലെ നിഫ്റ്റിയെ പോലെ ഒരു ഓപ്പൺ ഓപ്ഷൻ ഒ എ ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ ഡേ ആവും, ചെറിയൊരു സ്ലൈറ്റ്ലി അപ്പ് മാത്രമേ പ്രതീക്ഷയുള്ളൂ. 57,000 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഹെവി നിഫ്റ്റി 24,490 ഭാഗം പ്രതീക്ഷിക്കുന്ന പോലെ ബാങ്ക് നിഫ്റ്റിക്കും 57,100 ഭാഗത്തേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി കയറുള്ളൂ. നിഫ്റ്റിയെ പോലെ തന്നെ ഈ ഏപ്രിൽ മാസം 15 കഴിഞ്ഞ 3 വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ 3 ദിവസത്തെ വാല്യൂ പി ഒ സിയുടെ സപ്പോർട്ട് നിൽക്കണം. ാറ് 300 പൊട്ടുകയാണെങ്കിൽ സെല്ലിംഗ് എടുത്ത് താഴേക്ക് ഇറങ്ങി 56,142, 55,955, 55,782 ഭാഗത്തേക്ക് പോവാം. ഈ 57,100 കട്ട് ചെയ്യണമെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റി കയറി 57,255, 57,400, 57,555 ഭാഗത്തേക്ക് പോവാം. ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ
നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് 6-ന്റെ ആ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കണം. ഈ ഒരു നിങ്ങൾ കണ്ടോ, ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് നിൽക്കുകയാണ്. ഈ മാർച്ച് 6-ന്റെ പ്രൊഫൈൽ ഈ ഒരു മാർച്ച് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു 50,205 കട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഈ ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ വരാം. അത് ഈ ഒരു വ്യൂസിന്റെ ഭാഗത്ത് സംബന്ധിച്ച് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 50,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഇങ്ങോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ. 58,324 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുന്നുള്ളൂ. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. നോർമൽ ഡേ വേരിയേഷൻ ആണ്, ചെറിയൊരു സ്ലൈറ്റ്ലി വേരിയേഷൻ മാത്രമേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡേ ടൈപ്പും പറയാനുള്ളത്. ഇനി നമ്മൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഹയർ ഹൈ ഫോർമേഷൻ വരുന്നുണ്ട്, അതൊരു ബുള്ളിഷ് മൂവ്മെന്റുമാണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ഡേ ആയിരുന്നു. ഇന്നൊരു OR ആയിരുന്നു, പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ഡേ ആയിരുന്നു. ഭാഗത്തേക്ക് പോവാം. 13,973 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ട്രേഡ് പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ 24,175, ബാങ്ക് നിഫ്റ്റിക്ക് 56,000 പൊട്ടാതെ സൂക്ഷിക്കുക. അത് പൊട്ടിയാൽ നല്ല സെല്ലിങ് താഴേക്ക് അടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫിക്ഷൻ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. മെന്ററിങ്ങിനെ കുറിച്ച് അറിയാനോ മെമ്പർഷിപ്പിനെ കുറിച്ച് അറിയാനോ തമിഴിനെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.